ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ കേട്ട ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ, ആമേൻ. ഒരിടത്ത് ഒരമ്മയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരമ്മ ഒരു തുണിയിൽ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പം ആ കുഞ്ഞ് എല്ലാ ദിവസവും വന്നിട്ടേക്ക് അമ്മ എന്തായി ചെയ്യുന്നത്, അമ്മ എന്തിനാ ഇത് കുത്തിക്കൊണ്ടിരിക്കുന്ന ബാ എന്ന് പറയാം. പക്ഷെ എല്ലാം അപ്പം കുഞ്ഞ് നോക്കുമ്പോ അതിന്റെ പുറവശമാണല്ലോ കാണുന്നത്. അപ്പൊ ഒരുമാതിരി വികൃതമായ എന്തൊക്കെയോ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. അപ്പം അമ്മ അത് പറയില്ല, വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അമ്മയെ തുന്നിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തുന്നി തന്നപ്പോ പറയും, കുഞ്ഞിനോട് പറയുമ്പോ ഞാൻ എന്താ ചെയ്തോണ്ട് കാണിച്ചു തരാൻ പറയും. ഇത് കാണിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പിക്ചറായിരുന്നു തുന്നിക്കൊണ്ടിരുന്ന ഹരല്. പക്ഷെ കുഞ്ഞ് അത്രയും നാള് പുറകിൽ നിന്ന് മറ്റൊരു വശത്ത് നിന്ന് നോക്കിയപ്പം ഭയങ്കര നമ്മൾ കാണത്തില്ല എംബ്രോയിഡറി ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ശരിക്കും നമുക്കൊന്നും മനസ്സിലാവും. ഒരുമാതിരി വികൃതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നൂല് പോയേക്കുന്ന പോലെ എന്തൊക്കെയോ പോലെ തോന്നും. അതുപോലെ അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഹാലയിൽ രണ്ട് വശങ്ങളുണ്ട്. ഹാലയിൽ ചിലപ്പം പലർക്കും ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര വികൃതമാണ്, അല്ലെങ്കിൽ എന്താണ് കുറെ നാളായില്ല കുത്തിയിരിക്കാൻ തുടങ്ങി, കുറെ നാളായില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, കുറെ നാളായില്ല ദൈവത്തെ വിളിക്കാൻ തുടങ്ങി, എന്നിട്ട് ജീവിതം നോക്കിയിട്ട് ഹാലയിൽ ഭയങ്കര വികൃതമായിട്ടാണെങ്കിൽ മറ്റുള്ളവർ കാണാൻ ഹാലയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കണക്കല്ലേ മറ്റുള്ളവർക്ക് കാണുമ്പം നിന്ദിക്കാനും പരിഹസിക്കാനും തോന്നുന്ന കണക്കാണ് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കാണുന്നെങ്കിലും, പക്ഷെ ഇപ്പുറത്ത് വലിയൊരു പണി നടന്നുകൊണ്ടിരിക്കുക. ആ പണി തീർന്ന് പൂർത്തിയാകുമ്പോൾ അത് കാണുന്നവർക്കൊക്കെ അത് അതിമനോഹരമെന്ന് തോന്നുന്ന രീതിയിലേക്ക് ദൈവം മാറ്റും. ഹാലില് ഏതാണ് ആ കഥ ഇനി നമുക്ക് വചനത്തിലേക്ക് കിടക്കും. ഇന്നലെ എനിക്കിടയ്ക്ക് ലിസിസ്റ്റ് മെസ്സേജ് അയച്ചപ്പോ ഇങ്ങനെ 43-ാം പ്രവാചകന്റെ ദിവസം 43-ാം അധ്യായം ദൈവം ഇടപെടുന്ന പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് വായിച്ചു. ഹാലല്ലേ അത് 43, 47, 45 അങ്ങനെ ഇങ്ങോട്ട് കുറച്ച് കണ്ടിന്യൂസ് വായിച്ചു പോവുകയുണ്ടായിരുന്നു ആ സമയത്ത് നിന്ന്. അപ്പൊ 43-ാം അധ്യായത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അത് എന്നപ്പോ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ. അപ്പൊ അത് ആമേൻ. ഇവിടെ തുടക്കം ആദ്യത്തെ ഒരു 6 വാക്യങ്ങൾ വായിക്കാവോ? ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. മതി സിസ്റ്റർ, മതി. ഹല്ലേലൂയ. ഇവിടെ ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്ത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ നിന്റെ മീതെ കവിയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, എന്ന് അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അപ്പൊ യാക്കോബിനെ ഹല്ലേലൂയ നമ്മൾ 30 ദിവസം കാണുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ 25-ാം അധ്യായത്തിൽ പറഞ്ഞ അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയാണ് ഞാൻ എന്തിനു ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തു നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിന് ശക്തിപ്പെടും, മൂത്തൻ ഇളവനെ സേവിക്കും എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പം യാക്കോബിനെ ഹല്ലേലൂയ ദൈവം എപ്പോഴാ ഉദരത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ കണ്ടതാണ്. അപ്പൊ ഇവിടെ പറയുന്ന അതിന് സൃഷ്ടിച്ചവനെ തന്നെ അറിയാം. അവരെന്താകുന്നു, എങ്ങനെയാകുന്നു, എങ്ങനെയൊക്കെ പോകുന്നു. എന്നാ ഇവിടെ യാക്കോബിന് കൊടുക്കുന്ന വലിയ പ്രോമിസ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ വീണ്ടെടുത്ത്, ഞാൻ നിന്നെ ഓമന പേര്. പക്ഷെ യാക്കോബിന്റെ ജീവിതം നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ യാക്കോബിനെ തന്നെ എടുത്ത വ്യക്തിപരമായി യാക്കോബിനെ ഇപ്പൊ ഹല്ലേലൂയ ഇസ്രായേലിനോട് മൊത്തത്തിലുള്ളതാണ്. പക്ഷെ യാക്കോബിനെ എടുത്ത യാക്കോബിന്റെ ജീവിതത്തിൽ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം വാഗ്ദത്തം കൊടുത്താണ് അല്ലേ, മൂത്തേന് ഇളവനെ സേവിക്കും,
രണ്ടുപേരും രണ്ട് ജാതി ഇതൊക്കെയാണ്. പക്ഷെ യാക്കോബിന്റെ ജീവിതത്തിൽ എന്തോരം കഷ്ടതയിൽ കൂടെ ഒക്കെ യാക്കോബ് പോകേണ്ടി വന്നു. ഹല്ലേലൂയ. സ്വന്തം ഭവനം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് നമ്മൾ എല്ലാവരും കാണുന്നവർക്ക് ദൈവം ആദ്യമായിട്ട് ഹാലേലിയ യാക്കോബുമായി എൻകൗണ്ടർ ചെയ്യുന്നത് ഹാലേലിയ ആ മെലൂസ് എന്ന പട്ടണത്തിൽ ചെന്നൊരു കല്ലൊക്കെ എടുത്തു വെച്ച് തലയിണാക്കി, എന്ന് വെച്ചാൽ കിടക്കാൻ ഒരു സ്ഥലമില്ല, വഴിയിൽ കല്ലൊക്കെ എടുത്ത് തലയാണയാക്കി വെച്ച് കിടക്കുന്ന സമയത്താണ് യാക്കോബ് ഹാലേലിയ സ്വർഗീയ ദർശനം ആദ്യം കാണുന്നല്ലേ, തുറന്നിരിക്കുന്ന സ്വർഗവും അതിലേക്ക് ഒരു ഗോവണി ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നൊക്കെ കാണുന്നത്. ഹാലേലിയ. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ലാബാന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. ലാബാന്റെ ഭവനത്തിൽ ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് 7 വർഷം ഒരു മകൾക്ക് വേണ്ടി, അത് കഴിയുമ്പോഴത്തേക്ക് കൊടുത്തതോ ഹാലേലിയ റാഹേലിനെ മോഹിച്ചപ്പോ ലേയെ കൊടുത്തു. ഹാലേലിയ. അത് കഴിഞ്ഞു വീണ്ടും 7 വർഷം വീണ്ടും പണിയെടുക്കുന്നു. അങ്ങനെ 20 വർഷക്കാലം ഹാലേലിയ ലാബാന്റെ ജീവിതത്തിൽ ശരിക്കും അടിമപ്പണി രാവും പകലും ഇല്ലാതെ ചെയ്യുന്നൊരു യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് ദൈവം ഇടപെട്ട് ഹാലേലിയ മടക്കി വരുത്തുന്നതും ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ യാക്കോബിന് വാക്തത്വം കേൾക്കുന്ന യാക്കോബിന്റെ അമ്മയോട് വാക്തത്വം പറയുമ്പോൾ അവർ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ പറയും, 2 ജാതികളാണ് ഇവര് ഹാലേലിയ മൂത്തനും ഇളയവനെ സേവിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇവിടെ ദൈവം തന്നെ പറഞ്ഞ ഈ പ്രോമിസ് എടുത്തു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ച്, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടെ കിടക്കാൻ ഞാൻ നിന്നോട് കൂടെ, നീ നദികൾ കൂടെ കിടക്കാവോ നിന്റെ മീതെ കവിയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്ത് പോകില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഈ പ്രോമിസ് ഹാലേലിയ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോമിസ് ദൈവം പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രോമിസ് ഹാലേലിയ പറയുമ്പോഴും ദൈവം പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഹാലേലിയ എന്ന് വെച്ചാൽ നിന്നെ ഞാൻ പ്രോമിസ് ഒക്കെ നിനക്കുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് വിചാരിച്ച് നീ വെള്ളത്തിൽ കൂടെ പോകാണ്ട് വരാതിരിക്കത്തില്ല. പോകുമ്പോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അല്ല മോനെ നീ വെള്ളത്തിൽ കൂടെ ഒന്നും കിടക്കണ്ട, അല്ലെ നീ തീ കൂടെ ഒന്നും പോണ്ട് വരത്തില്ലട്ടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചേക്കാം നല്ല ദൈവം പറഞ്ഞേക്കുന്നത്. നീ ഇതിൽ കൂടെ പോകേണ്ടി തന്നെ വരും, പക്ഷെ ഈ പോകുമ്പോൾ നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഹാലേലിയ. നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് നമ്മൾ പലപ്പോഴും എന്താ ദൈവമേ എനിക്ക് ഇങ്ങനെ, എന്താ ദൈവമേ ഇതെങ്ങനെ, ഇതെന്താ ദൈവമേ, നമ്മൾ പലപ്പോഴും എന്താ വായി എന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവമോട് നമ്മളോട് ഒരിക്കലും നിങ്ങൾ ഇതിൽ കൂടെ പോകേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആമേൻ. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ആമേൻ. അപ്പം നമ്മള് പക്ഷേ എങ്ങനെയാ, നമ്മുടെ വിചാരം ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കഷ്ടതയില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രയാസം വരാൻ പാടില്ല. ഇൻ കേസ് ഒരാൾ കഷ്ടത്തിൽ പോകുന്നെങ്കിൽ, ഒരാൾക്ക് നിന്നയിൽ പോകുന്നെങ്കിൽ, അപമാനത്തിൽ പോകുന്നെങ്കിൽ എല്ലാവരുടെയും വിചാരം എന്താ വെച്ചാൽ, കുറെ നാളായി പ്രാർത്ഥിക്കാൻ തോന്നിട്ട്, കുറെ നാളായി ദൈവത്തെ വിളിക്കുന്നത്, ഇവരുടെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ. ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെയോ നമ്മൾ അറിയാതെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് കേട്ടോ, എവിടെയൊക്കെ ശരിയാകാനുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയോ രഹസ്യ പാവം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കടന്നു പോകുന്നത് എന്ന് പലരുടെയും മനസ്സിൽ. അപ്പൊ ഇന്ന് അങ്ങനൊരു ചിന്താഗതി കൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നോക്കാൻ സമയമില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കമന്റ് പറഞ്ഞിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര, എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കത്തുമില്ല. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയാം. ഇന്ന് നമ്മുടെ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. ഒരാളിപ്പോ അഭിഷേകത്തിലൊക്കെ നിന്ന് ഒരു ശകലം അങ്ങോട്ട് താഴേക്ക് വെച്ച് ശുശ്രൂഷ കുറഞ്ഞാലൊക്കെ എന്തൊക്കെ പറ്റണം കേട്ടതാ, അതൊക്കെ മാറി നിൽക്കുന്ന കണ്ടില്ലേ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. പലരും ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ കൂടുതൽ ദൈവമായിട്ട് ദൈവത്തിന് കൂടുതൽ പ്രയോജനപ്പെടുത്താനൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിടുന്നത് തീച്ചുള്ളയുടെ അനുഭവത്തിൽ കൂടെ തന്നെയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് അതിലെ കൂടെ വിട്ട് പണിയെടുത്താൽ ദൈവത്തിനറിയാം ഇവര് എന്റെ കയ്യിൽ ഒതുങ്ങി എന്നും എന്നോട് ചേർന്ന് ഇവർ നടക്കണമെങ്കിൽ അവർ യഥാർത്ഥമായി ഞാൻ ആരെന്ന് രുചിച്ചറിയാം. കാരണം അവര് പൂർണ്ണമായി നമ്മളെ ദൈവം പരിശീലിപ്പിക്കുക എന്താന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായും ദൈവത്തെ തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത്. ദൈവം എപ്പോഴും പറയുന്ന പോലെ ദൈവത്തിന് ഒരു കാര്യം വളരെ നിർബന്ധമാണ്, ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കണം. മറ്റു ചുറ്റുപാടും മറ്റു മനുഷ്യരിലും മറ്റെന്തിലെങ്കിലും ആശ്രയിക്കുവാണെങ്കിൽ ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം ആശ്രയം പിടിപ്പിച്ച് എന്റെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദൈവം നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നത് അതിനെക്കാട്ടി കൂടുതൽ വിശ്വാസവും അതിനെക്കാട്ടി കൂടുതൽ ആശ്വാസം അതിനെക്കാട്ടി കൂടുതൽ കോൺഫിഡൻസ് ഒക്കെ ഏതെങ്കിലും മനുഷ്യൻ നമ്മളോട് സഹായിക്കാം, അല്ലെ അത് നമ്മളെ കരുതിക്കോളാം, അല്ലെ നമുക്കത് ചെയ്തേക്കാം എന്ന് പറയുന്ന കേൾക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യർക്ക് മനുഷ്യരുടെ മുഖത്തേക്ക് മനുഷ്യരുടെ വാക്കിന് നമ്മൾ വില
കൊടുത്ത് അതിലേക്ക് ആശ്രയിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇത് കാണാറുണ്ട് പക്ഷെ ഇതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എനിക്ക് ദൈവത്താലല്ലാതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പറഞ്ഞു, ദൈവം ഇടപെട്ടാൽ, ദൈവം പറഞ്ഞ നമ്മുടെ സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ സഹായിക്കാനായിട്ട്, അവിടെ വരുവാനായിട്ട് ഏത് മനുഷ്യനും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യൻ വിചാരിച്ച ദൈവത്തെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അല്ലേ? അത് നമ്മൾ തന്നെ വിചാരിക്കണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തെ ഭൂമിയിലേക്ക് ഇറക്കണം, അല്ലെ ദൈവത്തെ നമ്മുടെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് മറ്റുള്ളവരെക്കാൾ കൂടെ നമ്മൾ ദൈവസന്നിധി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കും, ദൈവത്തെ വിളിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ദൈവം വരുന്നത്. പക്ഷെ മറ്റുള്ള മനുഷ്യർ അവർക്ക് ഒരിക്കലും ദൈവത്തെ, അവർക്ക് ചിലപ്പോൾ നമ്മളെ പക്ഷെ നമ്മളെ സഹായിക്കാൻ കഴിയും. പക്ഷെ അത് സഹായിക്കണമെങ്കിലും നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ വാക്കുകേട്ടനുസരിച്ച് ദൈവം നടക്കുകയാണ്, ദൈവം നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് ഒരു കാര്യം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പറയുന്നവർ മാത്രം നമ്മളെ സഹായിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ നാട്ടിൽ പോയിട്ട് അമ്മയോട് കാശി ചോദിച്ചു തരാതെ അമ്മ എവിടെ വന്ന് കരഞ്ഞപ്പോ ദൈവം എന്നോട് ഒന്ന് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? നിന്നോൾക്ക് അത് ഞാൻ പറഞ്ഞിട്ടല്ലേ തരാത്തത്. അപ്പൊ ഏത് മനുഷ്യന്റെ ഹൃദയത്തെയും ദൈവം നമുക്ക് അനുകൂലമാക്കിയാൽ മാത്രമേ അവര് നമ്മളെ, അപ്പൊ ആ മനുഷ്യരോട് നമുക്ക് വിരോധം തോന്നരുത്. ദൈവം എന്നോട് പറഞ്ഞു, നീ ആരോടും വിരോധം വെക്കരുത്, സങ്കടപ്പെടരുത്. കാരണച്ച അത് ഞാൻ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന രാജാവ് നിനക്ക് കൂടെ തരും. അതുപോലെ തന്നെ ദൈവം പറഞ്ഞിട്ട് ഇടപെട്ടിട്ട് തന്നെ മറ്റു വ്യക്തികൾ നമുക്ക് ആവശ്യങ്ങൾക്ക് കൊണ്ടുവരുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് സഹായിക്കുക, ശരി ചോദിക്കാതെ പോലും നമുക്ക് പലപ്പോഴും സഹായം വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇതിന്റെ കാരണം വെച്ചാൽ ഇത് ദൈവം ഇടപെട്ടിട്ട. നമുക്കാണ് എന്താ ചോദിക്കുന്നത്, അയ്യോ അവരുടെ കയ്യിൽ കാശുണ്ട് കേട്ടോ, നമ്മൾ ചോദിച്ചിട്ട് തന്നില്ല കേട്ടോ, അയ്യോ എന്നാലും ഉണ്ടായിട്ട് തന്നില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും. പക്ഷേ അതങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം ദൈവം ആണ് നമുക്ക് സകലതും പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ട്. അപ്പം ആരൊക്കെ നമ്മളെ സഹായിക്കണമെന്ന് ഇനി മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവം അനുവദിച്ചിട്ടില്ല, അത് നടക്കത്തില്ല, അല്ലേ? സാറാമിസ്റ്റൊക്കെ എന്നെ സഹായിക്കും, ഭയങ്കര ആഗ്രഹമാണ് തോന്നട്ടെ. പക്ഷെ ദൈവം സമ്മതിക്കാത്തിടത്തോളം കാലം അത് പൂർത്തിയാകത്തില്ല, അത് നടക്കത്തില്ല. കാരണം ദൈവത്തിന് ഒരു കാര്യം ഇമ്പോർട്ടന്റ്, ദൈവത്തിന്റെ മക്കൾ അല്ലെ ദൈവം കണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെതായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ദൈവത്തിനാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിന് ഞാൻ പറയാം, നമുക്ക് മക്കളുണ്ട്, നമ്മുടെ കുഞ്ഞിന്റെ കാര്യം, നമ്മുടെ കുഞ്ഞിന് പല ആവശ്യങ്ങളും ഉണ്ടാവും. പക്ഷേ മറ്റാരെങ്കിലും വന്നിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. മറ്റാരോടെങ്കിലും പോയിട്ട് അവളുടെ ആവശ്യങ്ങൾക്ക് കൊണ്ട് ചോദിക്കുന്നപ്പോ നമ്മുടെ മക്കളോട് പോയി ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിപ്പാൻ നമ്മൾ തന്നെ നമ്മളാണ് നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ ഇപ്പൊ ചിലപ്പോൾ ഷോർട്ടേജ് ഉണ്ടായപ്പോൾ അവർ മറ്റൊരിടത്ത് പോയിട്ട് മറ്റൊരു വ്യക്തിയെടുത്ത് പറയുക വാങ്ങുകയും ചെയ്യും, നമുക്ക് ഇഷ്ടമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ. കാരണം വെച്ച് കഴിഞ്ഞാല് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാം, അപ്പൊ നമുക്ക് സന്തോഷം തരത്തില്ല ഒരിക്കലും. അപ്പൊ അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അപ്പനിൽ തന്നെ ആശ്രയിക്കണമെന്ന് ദൈവം പൂർണ്ണമായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവിടെ എല്ലാം നമ്മുടെ അപ്പന്റെ മുഖത്തേക്ക് തന്നെ നോക്കണം. നമ്മുടെ അപ്പനോട് തന്നെ ഓരോ ആവശ്യങ്ങളും പറയണം. നമ്മുടെ അപ്പൻ നമുക്ക് തന്നില്ലെങ്കിൽ പോലും അതിന് വിരോധം തോന്നിയ സങ്കടപ്പെടുക വിഷമിക്കുകയോ ചെയ്യല. അപ്പൊ തരാതിരുന്നനായി എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് എന്തോ എന്റെ ജീവിതത്തിൽ വളരെ വലിയ നല്ല കാര്യങ്ങൾ ദൈവം ഇതിനെക്കാട്ടി വലുത് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചാൽ സ്തോത്രം ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ തന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്നാലും എന്നോട് എനിക്ക് തന്നില്ലല്ലോ, അല്ലെ എന്റെ ആവശ്യക്കാരെങ്കിൽ വന്നില്ലല്ലോ, എന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇത് പറയണം. അപ്പൊ ഇവിടെ യാക്കോബിനോട് ഇത് പറഞ്ഞ പോലെ നമ്മളോട് ദൈവം പറഞ്ഞേക്കാം, വെള്ളത്തിൽ കൂടെ കിടന്ന് ഞാൻ നിന്നോട് കൂടിയുണ്ട്, നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയത്തില്ല, തീജാലയിൽ കൂടെ കടന്നു പോകുമ്പോൾ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല, കാരണം ഞാൻ നിന്നോട് കൂടി. അപ്പൊ നമുക്ക് പലപ്പോഴും തീ കൂടെ വെള്ളത്തിൽ കൂടെ പോകാൻ പേടിയാണ്, ഇറങ്ങാൻ ഭയമാണ്. നമ്മൾ അവിടെ നിന്ന് പല ഓപ്ഷൻസ് തേടി അവിടെ നിന്ന് മാറി പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, ആ തീയിൽ ഇറങ്ങിയവനാണ്, വെള്ളത്തിന്മീതെ നടന്നവനാണ് നമ്മൾ
നമ്മുടെ ദൈവമെങ്കിൽ ഹാലിലെ അതൊന്നും നമ്മൾ മുക്കിക്കളയത്തില്ല, അതൊന്നും നമ്മളെ ദഹിപ്പിക്കത്തില്ല. അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഹാലിലെ അങ്ങോട്ട് തന്നെ അതിൽ ധൈര്യത്തോടെ നടക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹം. അത് കഴിഞ്ഞ ശേഷം ഇവിടെ പറയുന്ന ഹാലേ പരിശുദ്ധ ഞാൻ നിന്റെ രക്ഷകൻ, അപ്പൊ നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായി യഹോവ എന്ന് ഞാൻ നിന്റെ രക്ഷകൻ. അപ്പൊ നമ്മുടെ രക്ഷകൻ ആരാണ്? നമുക്ക് ലോകത്ത് പല രക്ഷകന്മാരെ ഇഷ്ടമാണ്, പക്ഷേ ദൈവം ആണ് നമ്മുടെ ഏക രക്ഷകൻ എന്ന് മനസ്സിലാകാത്ത കാര്യം. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്തൊക്കെ പ്രതികൂലത്തിൽ കൂടെ നമ്മുടെ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. അത് ആരാ പറഞ്ഞ? നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധരുമായ യഹോവ എന്ന് ഞാൻ ഹല്ലേലൂയ. അപ്പൊ സർവശക്തൻ അഖിലാണ്ടത്ത് ഉടയവനായ ഹാലെ സകലത്തെ സൃഷ്ടിച്ചവൻ ഹാലെ ഒരു വാക്കിനാൽ സകലത്തെ ഉളവാക്കി. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഇടയ്ക്കൊരു മറ്റേ നമ്മുടെ ഹാലെ റെജിപ്പാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ഹാലയിൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോ ഈ സകലം സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ നമ്മൾ ഇന്ന് കൺമുൻപിൽ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ആ സൃഷ്ടിതാവിനെയാണ് നമ്മൾ നമ്മുടെ ഹാലിലെ അപ്പനായിരിക്കുന്ന നമ്മുടെ ദൈവമായിരിക്കുന്ന ആ ദൈവത്തിന്റെ വായിന്ന് ഒരു വാക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഹാല് ഏത് സംഭവം ഏത് പ്രതികൂലമാണെങ്കിലും അവിടെ സൃഷ്ടിക്കണം. നമ്മൾ വിശ്വസിക്കണം വചന ഹാലെ ആ വചന വിശ്വാസമായി എടുത്തിട്ട് ആ വചനത്തെ നമ്മൾ കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹാലയിൽ ഇല്ല എന്ന് പറയുന്ന പലതും ഹാലയിൽ അവിടെ ഉണ്ടായി വരുമെന്നുള്ള ഹാലയിൽ അത് കഴിഞ്ഞ് എന്നിട്ട് നമ്മളോട് പറഞ്ഞ നിന്റെ മറുവിലയെ ഞാൻ മിസ്രൈമിനെ നിനക്ക് പകരം കൂശിനെ സെബിയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയ മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ച് ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവനും ജാതികളെയും കൊടുക്കുന്നു. ഹാലലിയ ഇവിടെ പറയുന്നത് നിനക്ക് പകരം മറുവിലയായി ഇവിടെ കൊടുത്തേക്കുന്ന കുറക്കാര്. പക്ഷെ നമുക്ക് മറുവിലയെ ദൈവം എന്താ കൊടുത്തത്? ഹല്ലേലൂയ. നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ, നമുക്ക് മറുവില എന്താ ദൈവം കൊടുത്തേ? സ്വന്തം പുത്രനെ ദൈവം കൊടുത്തേക്കുന്ന. ഹല്ലേലൂയ. ആ പുത്രന്റെ അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത നമ്മളെ വീണ്ടെടുത്തെങ്കിൽ നമ്മൾ ഇതിനെക്കാട്ടേക്ക് എത്ര 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 വിലയേറിയവരാ. യാക്കോബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യാക്കോബ് ഒരു ഇസ്രായേലായി മാറി കാര്യം നമ്മൾ എപ്പോഴും പറയും ഹാലേ. പക്ഷെ യാക്കോബിന് വേണ്ടി ഒരിക്കലും ഹാലലിയ ദൈവം സ്വന്തം പുത്രനെ കൊടുത്തില്ല, അവസാനത്തുള്ള രക്തം വരെ കൊടുത്തില്ല. ഹാലലിയ. പക്ഷെ ഇന്ന് ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം കൊടുത്തത് ഹാലെ സ്വന്തം പുത്രനെ അതിന്റെ ജീവനെ കൊടുത്ത് അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത്. അപ്പൊ നമ്മൾ എത്ര വിലയേറിയ എത്ര മാന്യര ദൈവത്തിന്. ഹാലലിയ. ഇത് വെച്ച് നമ്മൾക്ക് തന്നേക്കുന്ന ആ സ്നേഹം ഹാലലിയ അത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹാലലിയ അങ്ങനെ അതുപോലെ കൊടുത്ത് ഹാലലിയ ദൈവം വീണ്ടെടുത്തതാണെങ്കിൽ വഴി കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകാനല്ല ദൈവം അങ്ങനെ വീണ്ടെടുത്തത്. ഹാലെ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് പകുതിക്ക് നമ്മളെ കളഞ്ഞിട്ട് പോകാനല്ല, എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ അവിടെ ഇട്ടിട്ട് പോകാനല്ല ദൈവം. ഹാലെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഹാലലിയ നമ്മളുടെ പ്രതികൂലങ്ങൾ നമുക്ക് നമ്മളുടെ ക്ഷീണിത അവസ്ഥ നമ്മുടെ തോളിൽ ചുമന്നുകൊണ്ട് പോകുന്ന ദൈവത്തെ നമുക്കറിയാവും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന ഹാലലിയ ആ ദൈവം ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളും ഉണ്ടാകും, തീച്ചുളയുടെ വിഷയത്തിൽ കൂടെ. പക്ഷെ നമ്മുടെ ദൈവത്തെ ഉയർത്തുവാനായിട്ട് ദൈവത്തിന്റെ നാമത്തെ ഘോഷിക്കാനായി കിട്ടുന്ന ഒരവസരം പോലും ഹാലലിയ നമ്മൾ പാഴാക്കില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പാരപ്പെടാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ മറ്റുള്ളവർ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ അത് നിന്ദിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരാറ്. അതിന് നമ്മൾ പ്രയാസപ്പെടും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുക നമുക്ക് ദൈവം അങ്ങനെ അവസരം നമുക്ക് വരുത്തത്തില്ല. കാരണം ദൈവം ദൈവത്തിന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം അത് കാണിക്കാൻ തന്നെ ചെയ്യാം. ഇവിടെ അത് കഴിഞ്ഞിട്ട് പറയുന്ന എന്താ പറയാ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ച ഞാൻ നിനക്ക് പകരം മനുഷ്യൻ നിന്റെ ജീവനും ജാതികളെയും കൊടുക്കുന്നു. അപ്പൊ വിലയേറിയതാ മാന്യനാ നമ്മള്. നമ്മുടെ ജീവന് പോലെ മറ്റു പലതും ദൈവം കൊടുക്കും, പക്ഷേ നമ്മുടെ ജീവൻ ദൈവം കൊടുക്കത്തില്ല. കാരണം നമ്മുടെ ജീവൻ എന്ന് വെച്ചാൽ അത് എന്നും യുഗായുഗങ്ങളോളം ദൈവത്തോട് കൂടെ വാസം ചെയ്യാൻ വേണ്ട ദൈവം സ്വന്തം പുത്രനെ കൊടുത്ത് പുത്രൻ രക്തം കൊടുത്ത് നേടിയെടുത്ത നമ്മുടെ ജീവൻ. അത് നമ്മൾ എന്നും ദൈവത്തോട് കൂടെ ഹല്ലേലൂയ കൂടെ ഇരിക്കും. അപ്പൊ ഇന്നലെ ഞങ്ങള് മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ ഡിസ്കഷൻ ആയിരുന്നു മരണത്തെ കുറിച്ചും ഹല്ലേലൂയ അപ്പൊ ജീവനെ കുറിച്ചും ഒക്കെ. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം ഇത് ഈ ലോകത്തു നിന്നും അല്ലെന്ന് മരിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് നമുക്ക് ശരിക്കും മരണമില്ല. ഉണ്ടോ? നമുക്ക് ആർക്കും മരണമുണ്ടോ? ഇല്ല. കാരണം നമ്മളിവിടെ ഉറങ്ങുന്ന ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ഇടാൻ തന്ന ഒരു ഉടുപ്പിനെ നമ്മളിവിടെ ഉരി വെച്ചിട്ട് പോന്ന് പറഞ്ഞ പോലെ ഈ മണ്ണിൽ നിന്നുണ്ടാക്കിയ ഈ പുറമേ കാണിച്ച. അപ്പൊ ഈ ജഡത്തെ സ്നേഹിക്കുന്നവർക്കാണ് മരണത്തെ ഭയക്കുന്നത്. ഈ ജഡത്തെ സ്നേഹിക്കുന്നവർ മരണത്തെ ഭയപ്പെടും. നമ്മൾ മരണത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ പേടിക്കിച്ച് നിങ്ങൾ ഈ ജഡികമായതിനെ സ്നേഹിക്കുന്നുണ്ടോ ഭയപ്പെടുക. കാരണം അല്ലെങ്കിൽ മനുഷ്യർക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിന്റെ മക്കളായിട്ട് നമുക്ക് മരണം ഇല്ല.
നമ്മൾ അതുകൊണ്ട് പിശാചിനോട് അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ? കാരണം നമ്മുടെ മേൽ മരണത്തിന് അധികാരമില്ല. മരണാധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി നമ്മളെ ഹാലേലിയ അതിന് സ്വതന്ത്രമാക്കിയത്. അപ്പൊ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മരിക്കുന്നതേ ഇല്ല. നമ്മൾ ഈ ഭൂമിയിൽ ഹാലേലിയ ഒന്ന് ഉറങ്ങുമ്പോ ഉണരുന്ന കർത്താവിനോട് കൂടെ തന്നെ ഹാലേലിയ അമ്മ പാട്ട് സമയമാന്റെ പാട്ട് പാടി തുടങ്ങിയപ്പോഴാണ് ഇത് ഡിസ്കഷൻ വന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും മരണത്തെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ, നിങ്ങൾ ഈ ലോകത്തെ ഈ ജഡത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ വിഷമമുള്ളത് കൊണ്ടാണ് അതിനെ ഭയപ്പെടുന്നത്. നമ്മൾക്ക് മരണം എന്ന് വെച്ചാൽ ഒരു ആഘോഷമായിരിക്കണം, മരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യാശയായിരിക്കും. കാരണം നമ്മുടെ മരണം എന്ന് പറയുമ്പോൾ ഹാലേലിയ ഈ ലോകത്ത് വിട്ട് കർത്താവിനോട് കൂടെ ചേരാൻ കിട്ടുന്ന അവസരമാണ് ഹാലേലിയ. അതുകൊണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുക. പക്ഷെ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോഴും കർത്താവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്, കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടായ ആരും മരണത്തെ ഭയപ്പെടത്തില്ല. വിഷയം അതല്ലെങ്കിൽ ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് പറയാം, ആരെങ്കിലും മരണഭയത്തിലായിരിക്കുന്ന അതൊക്കെ എടുത്ത് കളയുക. കാരണം മരണഭയം നമുക്കില്ല, കാരണം നമ്മൾ മരിക്കുന്നില്ല. നമുക്ക് മരണമില്ലാത്തതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹാലേലിയ കേട്ടേക്കുന്നത് ആരോ മരണത്തെ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ വിഷയം ഇപ്പൊ കയറി വന്നെന്ന് തോന്നുന്നു. ഹാലേലിയ ഭയപ്പെടാൻ ഞാൻ നിന്നോട് കൂടിയുണ്ട്, നിന്റെ സന്തതി ഞാൻ കിഴക്കുന്ന് വരുത്തിയും പടം എന്നെ ശേഖരിക്കുകയും ചെയ്യും. വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് കൽപ്പിക്കും. ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റുനിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ഹാലേലൂയ. ഇത് കാണാൻ നമുക്ക് വേണ്ടിയിട്ട് ദൈവം ചില കൽപ്പനകളൊക്കെ പുറപ്പെടുവിക്കും. ഹാലേലിയ. വടക്കിനോട് പറയും തരിക, തെക്കിനോട് തടുത്ത് വെക്കരുത്. ഹാലേലിയ. നമ്മുടെ ദൈവത്തിന് ഹാലേലിയ പ്രകൃതിയോടും ദിക്കിനോട് ഹാലേലിയ ഈ കാണുന്ന സകല പ്രപഞ്ചത്തോടും സംസാരം നമുക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ കഴിയും. കാറ്റിനോട് പറ്റും, കടലിനോട് പറ്റും, മഴയോട് പറ്റും. ഹാലേലിയ. ഈ കാണുന്ന എന്തിനോട് വേണം, ഈവൻ പറയും മരത്തിനോടും കല്ലിനോടും മണ്ണിനോടും വരെ ഇടപെടാൻ കഴിയും ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ ഹാലേലിയ ഇത് കൽപ്പന ഇത് നമുക്ക് വേണ്ടി ചില സമയങ്ങളിൽ ദൈവം സംസാരിക്കും. ഹാലേലിയ. സംസാരിക്കുമ്പോൾ ഹാലേലിയ അത് നമ്മളോട് ഇടപെടാൻ കിഴക്കൻ കാറ്റോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ഹാലേലിയ എന്ന് പറയുന്ന കാക്കയോട് ഞാൻ അങ്ങനെ ഓരോന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? തക്ക സമയത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടാൻ വേണ്ടി കൽപ്പം. അപ്പൊ ആ ദൈവത്തിന്റെ സമയം പെർഫെക്റ്റ് ടൈം. അപ്പൊ ആ ടൈമിന് വേണ്ടി നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ സമയത്ത് ഹാലേലിയ അത് നടക്കണം, ഇന്നത് വരണം, ഇന്നത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ടൈമിനല്ല നമ്മൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ഓരോ ദിവസം നമ്മൾ കാത്തിരിക്കണം. ആ ദൈവത്തിന്റെ സമയം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഓരോ കാര്യങ്ങൾക്ക് ദൈവം കൃത്യമായ സമയം എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. ഹാലേലിയ. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോഴത്തെ നമുക്ക് ദൈവത്തെ ഹാലേലിയ ഇത് തന്നെ ഞാൻ അനിന്യൻ തന്നെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാരിൽ ഞാൻ പ്രവർത്തിക്കുക ആർ തടുക്കും. 15-13 വാക്യത്തിൽ ദൈവം പ്രവർത്തിച്ച തടുക്കാൻ ആർക്കും കഴിയില്ല. ഇങ്ങനെ വന്ന് താഴോട്ട് പോകുമ്പോഴത്തേന് സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതി ഉണ്ടാക്കും ദൈവത്തെ കുറിച്ച് നമ്മൾ കാണുന്ന 15-ാം വാക്യം വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ പരിശുദ്ധരായ യഹോവ ഇസ്രായേലിന്റെ സൃഷ്ടാവ് നിങ്ങൾ രാജാവുമാവുന്നു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതിയും ഉണ്ടാക്കിയും ഏതാം കുതിര സൈന്യം ബല എന്നിവയെ പുറപ്പെടുവിക്കുന്നത് യഹോവ ഇപ്രകാരം വലിച്ചത് അവർ പോലെ കിടക്കുന്നു, എഴുന്നേൽക്കില്ല, അവർ കെട്ടുപോകുന്നു, വിളക്കുതിരി പോലെ കെട്ടുപോകുന്നു. ഇത് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം. ഇന്നലെ എന്നോട് സിസ്റ്റർ പറഞ്ഞപ്പോ ദൈവം വളരെ ശക്തമായിട്ട് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുക. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അത് നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹാലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമി വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പശികൾ എന്നെ ബഹുമാനിക്കും. ഹാലേലൂയ. അപ്പൊ ദൈവം ഒരു വഴി തുറന്നാൽ, ദൈവം ചിലതൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞ കാട്ടുമൃഗങ്ങൾ കുറുക്കന്മാര് ഒട്ടകപ്പശികൾ എന്നെ ബഹുമാനിക്കും. അപ്പൊ ഇതിനൊക്കെ പല സ്വഭാവങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങളുടെ സ്വഭാവം എന്താ? ഹാലേലിയ. നമ്മൾ പോലെ വൈൽഡ് ആനിമൽ എന്നൊക്കെ പറയാം. എന്താ എന്റെ സ്വഭാവമൊക്കെ? പിടിച്ചു നിറാനും ഉപദ്രവിക്കാനും പയാനും പേടിപ്പെടുത്തുന്ന ഒക്കെ ആയിട്ടില്ല. അത് അടുത്ത പറഞ്ഞ കുറുക്കന്മാർ എന്ന് പറഞ്ഞ കുറുക്കന്മാർ നമ്മൾ മനുഷ്യരുടെ കുറുക്കന്റെ സ്വഭാവം എന്ന് പറയാം. ഉപായികളും തട്ടിപ്പും സൂത്രും ശാലികളൊക്കെ ആയിരിക്കണം. ഒട്ടകപ്പശികൾ ഹാലേലിയ. ഒട്ടകപ്പശികൾക്ക് ചില പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഓരോ ഒരു പ്രത്യേക. അപ്പൊ എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഏത് സ്വഭാവമുള്ളവരാണെങ്കിൽ പോലും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കണ്ടു കഴിയുമ്പോൾ അവരൊക്കെ ദൈവത്തെ ബഹുമാനിക്കാൻ ഇടയാകും. അപ്പൊ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഹാലേലിയ പലരും ദൈവത്തെ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിലെ അവര് ഹാലേലിയ നമ്മളോട് എപ്പോഴും പറയുന്ന അവര് തന്നെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായുണ്ട് പറ്റിക്കത്തില്ല.
ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പ്രാർത്ഥനക്കാരും ദൈവത്തിന്റെ ആൾക്കാരൊക്കെ അത്രയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മൾ കൽപ്പിക്കത്തില്ല, അല്ലെ പറ്റിക്കത്തില്ല. ജാതികളാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ മനസ്സിലുള്ള വിശ്വാസമാണ് എന്തുകൊണ്ടാ അവർക്ക് ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യരോടുള്ള അല്ലെ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്നതുള്ള ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് അവർക്ക്. ഹല്ലേലൂയ അല്ലെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പ്രാർത്ഥനയിലൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും എൻഗേജ് എപ്പോഴും അതിനകത്തൊക്കെ ആയിരിക്കുന്ന ആൾക്കാര് എന്ന് വെച്ചാൽ ദൈവമായിട്ട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം എന്താ? ആരെയും പറ്റിക്കുന്ന സ്വഭാവം ദൈവത്തിനില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ റൂമിൽ ഇവിടുത്തെ അപ്പുറത്തെ റൂമ് ഞാൻ അവര് മാറാൻ പറയാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോ അവരുടെ ദൈവങ്ങളെല്ലാം കാലയിൽ ഒരു പെട്ടിക്കകത്താക്കി അടച്ചു വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. ഹല്ലേലൂയ. പെട്ടിക്കകത്ത്. അപ്പം ഞാൻ എന്റെ മോളോട് പറഞ്ഞു, ഇത് കണ്ട അവരവരുടെ ദൈവത്തെ പെട്ടിക്കകത്താക്കി അടച്ച് പാക്ക് ചെയ്താ കൊണ്ടൊരു സ്ഥലത്ത് അടുത്തടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അവരുടെ ദൈവത്തെ പെട്ടിക്കകത്താക്കി അടച്ചുകൊണ്ട് എടുത്തോണ്ട് ഒരു സ്ഥലത്ത് മറ്റിടത്ത് കൊണ്ടുവച്ചാൽ അവർക്ക് വെക്കാൻ പറ്റത്തുള്ളൂ, അവിടെ ഇരിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ഒരു പെട്ടിക്കകത്ത് ഒതുങ്ങാത്ത ദൈവം നമ്മുടെ ഈവൻ പെട്ടിക്കകത്ത് ഒരു കല്ലറയ്ക്കകത്ത് പോലും ഒതുങ്ങാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതാണ് മറ്റുള്ളവരുടെ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ വ്യത്യാസം. ഹല്ലേലൂയ. ആമേൻ. അതെ, യശയാപ്രവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു 47 അധ്യായത്തിലാന്ന് തോന്നുന്നല്ലേ, കുറച്ച് മരം വെട്ടുന്നത്, അതുകൊണ്ട് അപ്പം ചുടുന്നത്, അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് തീ കായുന്ന, അതിൽ നിന്നൊരു ഒരു മരം മുട്ടിയെടുത്ത് അവർ രൂപത്തെ ഉണ്ടാക്കി അതിന് മുമ്പ് ചെന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് താഴെ വീണ് വണങ്ങുന്ന ആ ദൈവത്തെ. അതാണ് ഇന്നത്തെ കാലത്ത് പലരുടെയും ദൈവം. അതാണ് അവർ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ട് വെച്ചാൽ വെക്കും, അവർ ചുമന്നുകൊണ്ട് പോകാൻ പറ്റും. അവർ അവിടെ നിന്ന് മാറുമ്പോൾ ഒരു പെട്ടിക്കകത്തൊക്കെ അടച്ചു കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മുടെ ദൈവം ഒരു പെട്ടിക്കകത്ത് ഒതുങ്ങത്തില്ല, ഒരു കല്ലറയ്ക്കുള്ളിൽ പോലും ഒതുങ്ങത്തില്ല, ഈ പ്രപഞ്ചത്തിൽ പോലും ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോലും ആ ഒതുങ്ങി നിൽക്കാത്ത അത്രത്തോളം ഹല്ലേലൂയ ഭയങ്കരനായ ദൈവത്തെ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൃഷ്ടി ആ ദൈവം, ആ സകലത്തിൽ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പൊ മറ്റുള്ളവർ കാണും, മറ്റുള്ളവരെ ബഹുമാനിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇല്ല, നമ്മൾ പലപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും പലപ്പോഴും പല മുഖാന്തരങ്ങളും നോക്കിയിട്ട് ദൈവമേ മുഖാന്തരം വേണ്ടേ, അല്ല ഇങ്ങനൊരു കാര്യം വേണ്ടേ, ഒരു വഴി വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ എന്നൊക്കെ എപ്പോഴും ചോദിക്കുക. ദൈവം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ട് അതിന് എനിക്ക് ആവശ്യമൊന്നുമില്ല, പലതും എന്നെ കാണിച്ചാൽ, എന്നാലും എന്റെ മനസ്സിൽ ഇതൊക്കെ ഇറക്കി കയറും. എന്തെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ അതിന്റെ ഒരു സംഭവം വേണ്ട, എന്തെങ്കിലും നടക്കണ്ടേ. പക്ഷേ ഈ വചനം വീണ്ടും നമ്മളോട് ദൈവം ഇടപെടുക, മുമ്പുള്ളവയെന്ന് നിങ്ങൾ ഓർക്കേ വേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഹാഗാർ ഹാലേലിയ എന്ന് കരഞ്ഞപ്പോൾ, ഹാലേലിയ ഹാഗാറിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ദൈവം വന്നപ്പോൾ, ഹാലേലിയ അവിടെ നമ്മൾ കാണുന്നില്ല, അവിടെ വലിയൊരു നദി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നത്. ഹാലേലിയ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു നീരുറവ അപ്പം തുറക്കുന്നത് ഹാലേലിയ നമ്മൾ കാണുന്നുണ്ട്. ആ നീരുറവ ഇന്നും വറ്റിയിട്ടില്ല. ഇന്നും പോകുന്ന അനേകർ കുപ്പിയിൽ വെള്ളം നിറച്ചോണ്ട് വരും. ഹാലേലൂയ. അവിടെ നിന്ന് വെള്ളം സംസം വാട്ടർ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുകൊണ്ട് വരും. കാരണം ഇന്നും അത് പറ്റിയിട്ടില്ല. ഹാലേലൂയ. കാരണം ദൈവം എന്തെങ്കിലും തുറന്നാൽ പിന്നെ അത് അടഞ്ഞു പോകത്തില്ല, നിന്ന് പോകത്തുമില്ല. പക്ഷെ ദൈവം അത് തുറക്കണമെങ്കിൽ ഹാലേലൂയ വെറുതെ ചുമ്മാതങ്ങ് വിളിച്ചാലും ദൈവം തുറക്കത്തുമില്ല കേട്ടോ. ദൈവം എന്തെങ്കിലും ഓപ്പൺ ചെയ്യുന്ന നമുക്ക് തോന്നണമെങ്കിൽ, ദൈവമായിട്ട് ഓപ്പൺ ചെയ്ത് 10 പേരെ അറിയണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് അവസ്ഥയുണ്ട്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടാമത്തെ ദിവസം ദേവദാസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഒരു കിണറിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ എന്റെ മനസ്സിൽ ഇന്നുവരെ അത് വന്നിട്ടില്ല, അങ്ങനെ ഒരു ചിന്ത. ഹല്ലേലൂയ. കാരണം യോസേഫിനെ പണ്ട് സഹോദരന്മാർ എടുത്തിട്ടൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു അല്ലെ. അത് യാക്കോബ് കുഴിച്ച കിണറായിരുന്നു. ആ സ്ഥലത്ത് യാക്കോബ് കുഴിച്ചിട്ട് വെള്ളം കാണാത്തോണ്ട് ഇട്ടിട്ട് പോയ കിണറാണ് പൊട്ടക്കിണർ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഒരാള് യെരുശലേമിലേക്ക്, ഇപ്പോഴത്തെ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് ശമരിയയിലേക്ക് പോകുന്ന വഴി ആ ഭാഗത്തൂടെ പോകുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെ. അവിടെ അദ്ദേഹം സാക്ഷാൽ ജീവന്റെ ജലമായവൻ, സാക്ഷാൽ ജീവന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു കിണർ, യാക്കോബ് കുഴിച്ചൊരു കിണർ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. ശമരിയാക്കാരത്തെ സ്ത്രീ വെള്ളം കോരാൻ വന്ന കിണർ, അതേ കിണർ തന്നെയാണ് യോസേഫിന് ഇട്ട പൊട്ടക്കിണർ. ഹല്ലേലൂയ. അപ്പൊ അന്ന് യോസേഫിനെ ഇട്ടപ്പോ അതൊരു പൊട്ടക്കിണറായിരുന്നെങ്കിൽ ഹല്ലേലൂയ വർഷങ്ങൾക്ക് ശേഷം സകല ജനത്തിന്റെയും ദാഹം മാറ്റാനായിട്ട് ജലം കൊടുക്കുക കിണറായി മാറി. കാരണം ആ പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട് ഒരാൾ കരഞ്ഞിരുന്നു കുറെ. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ സഹോദരന്മാര് എടുത്തതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവിടെ ദൈവത്തോട് ചേർന്നിരുന്നു അതിനകത്ത് കടന്ന് കരച്ചിലുണ്ട്. ആ കരച്ചിൽ ദൈവം യോസേഫിനെ അവിടുന്ന് സഹോദരന്മാരെ കൊണ്ട് തന്നെ പുറത്ത് എടുത്ത് അവൻ വിറ്റെങ്കിലും, പക്ഷെ ആ കിണറിന് ദൈവം മറന്നു കളഞ്ഞില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ ചില സാഹചര്യത്തില് നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളിൽ, കടന്നു പോകുന്ന ചില അവസ്ഥകളിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് കരഞ്ഞ് നമ്മൾ അതങ്ങ് മറന്നുപോകും.
ദൈവം അത് മറന്നു പോകത്തില്ല. പിന്നീട് പിൽക്കാലത്ത് അത് അനേകർക്ക് ചിലപ്പോൾ അത് അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ കണ്ണുനീര് വീണ സ്ഥലമൊക്കെ ചിലപ്പം നാളെ ദൈവത്തിന്റെ വലിയ റിവൈവൽ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയി മാറും. പണ്ട് മുച്ചമ്പാസ്റ്റ് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എറണാകുളത്ത് ആയിരിക്കുന്ന സമയത്ത് പഠിച്ച് കഴിഞ്ഞ് അങ്ങനെ വളരെ ചെറുപ്പമായിരിക്കും, കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ ഒരു സൈക്കിൾ നേരം വിളിക്കുമ്പോൾ അതിനകത്ത് കുറെ ലഘുലേഖകളൊക്കെ എടുത്തു വെച്ച്, ടാക്സ് ഒക്കെ എടുത്തു വെച്ച് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് ആ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് കണ്ണുനീര് ഒലിപ്പിച്ച് ആ എറണാകുളത്തിന്റെ പല പ്രദേശങ്ങളിലും പോയിട്ട് അവിടെ എല്ലാം ഇത് ഇട്ടിട്ടുണ്ട്. ഓരോ വീടും കയറി ഇറങ്ങി ഇത് ഇട്ടിട്ടുണ്ട്. ഇന്ന് അവിടെ എല്ലാം ചർച്ചുകളുണ്ട്, അവിടെ എല്ലാം വിശ്വാസികളുണ്ട്. അവിടെയൊക്കെ ഇന്ന് അനേക ദൈവദാസന്മാരും ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഇന്ന് ആ ഭാഗത്തൊക്കെ വളരെ വലിയ 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 ചർച്ചകളൊക്കെ. അപ്പൊ ആ കണ്ണുനീര് നമ്മൾ അവിടെ വീഴ്ത്തിക്കൊണ്ട് ഒരു അടുത്ത് പോയി കടന്നു പോയിട്ടുണ്ട്. അതിനെ മറന്നു കളയാൻ അനീതിയുള്ള ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്ന. നമ്മുടെ ദൈവം നീതിമാന ദൈവമാണ്. നമ്മുടെ ഒരു തുള്ളി കണ്ണുനീര് പോലെ ഒരു ഭക്തൻ പാടിയ പോലെ തുരുത്തിയിലാക്കി വെക്കും. ആ തുരുത്തി നിറയുമ്പോൾ അത് അളന്നെടുത്ത് അനുഗ്രഹമാക്കുന്ന ദൈവത്തെയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, പ്രശ്നത്തിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ മുമ്പുള്ളവയൊന്നും നിങ്ങൾ ഓർക്കേ വേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ വെക്കും. അപ്പൊ ദൈവത്തിന്റെ വാക്യത്തെ എപ്പോഴും ഇങ്ങനെ നമുക്ക് അന്നന്ന് വേണ്ട ഇപ്പോഴത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യും. അത് നാളത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴും നാളത്തെ കുറിച്ച് ഭാരപ്പെടുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നാളെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. ദൈവം പറഞ്ഞത് നാളെ നിങ്ങളെ കുറിച്ച് വിചാരപ്പെട്ട നമ്മൾ നാളെ കുറിച്ച് വിചാരപ്പെട്ട. അപ്പൊ ഇന്നുള്ളവരെ മാത്രം ഇന്നത്തേക്ക് ഇന്ന് ദൈവം നമുക്ക് വേണ്ടി പുതിയത് ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് വിഷയമായി നിൽക്കുന്നത്, എന്താണ് പ്രയാസമായി നിൽക്കുന്നത്, അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടും. അത് കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വിലയേറിയവരാണ്, നമ്മൾ ദൈവത്തിന് മാന്യരാണ്. നമ്മളെ സ്വന്തം പുത്രന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് നമ്മളെ ഒന്നും ഉപേക്ഷിച്ച് കളയാനായിട്ട്, നമ്മളെ ഒന്നും പാതി വഴിക്ക് ഇട്ടിട്ട് പോകാൻ ദൈവത്തിന് കഴിയത്തില്ല. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനത്താൽ ഈ വിശ്വാസം നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുക, മുൻപോട്ട് പോവുക. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.